ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ചൂടാറിക്കഴിയുമ്പോൾ ഇത് മറ്റു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ചെറുതായി ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അല്പം പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം പരത്തുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളൊരു കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് കൂടെ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ മാവ് കുഴയ്ക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മാത്രം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയുടെയൊന്നും ആവശ്യമില്ല. എരിവിനുള്ള കുരുമുളക് പൊടി ചിക്കൻ വേവിക്കാൻ നേരത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 പൊടി മാത്രം ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മൈദ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ വിതറിക്കൊണ്ട് ഈ മാവ് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന കോലും വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു മൂടിയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് കൂടെ കുഴച്ച് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതുപോലെ വച്ച് പതുക്കെ ഒന്ന് മടക്കി ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ സൈഡ് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലൊരു ഫോർക്ക് എടുത്ത് ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് കൂടെ വേണമെങ്കിൽ അമർത്തി കൊടുക്കാം. അതല്ല എങ്കിൽ കൈ കൊണ്ട് തന്നെ ഒട്ടിച്ചാലും മതിയാകും. ഇനി ബാക്കിയുള്ളത് മുഴുവൻ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും ഓരോന്ന് ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.